ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ 5 വർഷം പൂർത്തീകരിക്കാൻ പോകും. ഈ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ 5 വർഷം തെങ്കര ഡിവിഷൻ കോട്ടപ്പാടം, പച്ചനാട്ടുകര, കുമരംപുത്തൂര്, തെങ്കര, കാഞ്ഞിരപ്പുഴ 5 പഞ്ചായത്തുകളിൽ 53 വാർഡുകൾ കേന്ദ്രീകരിക്കുന്ന ഒരു ഡിവിഷനാണ് തെങ്കര. ആ ഡിവിഷനിൽ പരമാവധി വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിച്ചു. ഇനി അതിൻ്റെ ഏറ്റവും അവസാന ഘട്ട സമയമെന്ന നിലയിൽ ഈ വർഷം അനുവദിച്ച് കിട്ടിയതും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന റിവിഷനിലൂടെ അനുവദിച്ചതുമായിട്ടുള്ള കുറച്ച് പദ്ധതികൾ കൂടി പ്രഖ്യാപനം നടത്താനും പൂർത്തീകരിക്കാനുമുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ വികസന വസന്തം എന്ന പേരിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയ പദ്ധതികളുടെ പൂർത്തീകരണ പ്രവൃത്തികൾ ത്വരിതപ്പെടുത്താൻ പോവുകയാണ്. 4.25 കോടി രൂപയുടെ വിവിധ പദ്ധതികൾ കൂടി ഈ സാമ്പത്തിക വർഷം തെങ്കര ഡിവിഷനിൽ പൂർത്തീകരിക്കുമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത്, കായിക രംഗത്ത്, അടിസ്ഥാന വികസനം, കുടിവെള്ളം, അതുപോലെ തന്നെ ആരോഗ്യ മേഖല, പട്ടികജാതി പട്ടികവർഗ സങ്കേതങ്ങളുടെ വികസനം തുടങ്ങിയ മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു പദ്ധതികൾക്കാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സമഗ്ര എന്ന പേരിൽ ഡിവിഷനിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ സ്വന്തമായിട്ട് വിഭാവനം ചെയ്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതിയായിരുന്നു. ആ സമഗ്രയുടെ ഭാഗമായി ഒരുപക്ഷെ പാലക്കാട് ജില്ലയിലെ മറ്റു ഡിവിഷനുകളൊന്നും നടപ്പിലാക്കാത്ത വിധം വൈവിധ്യമാർന്ന ഒട്ടേറെ മനുഷ്യ സ്പർശമുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ സാധ്യമായി എന്നുള്ളൊരു ചാരിതാർത്ഥ്യം ഈ അവസാന ഘട്ടത്തിൽ ഞാൻ പങ്കുവയ്ക്കാം. പ്രത്യേകിച്ച് നിർധനരായിട്ടുള്ള യുവതികൾക്ക് തൊഴിൽ പരിശീലനം നൽകുക, ഫെം എന്ന പേരിൽ ഫാമിലി എംപവർമെന്റ് മിഷൻ എന്ന പേരിട്ടുകൊണ്ട് സമഗ്രയുടെ ഭാഗമായി ഡിവിഷനിലെ 400 വരുന്ന യുവതികൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള തൊഴിൽ പരിശീലനം നൽകാൻ ഈ സമഗ്ര പദ്ധതിയിലൂടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയ്ക്ക് നേതൃത്വം കൊടുക്കാൻ സാധ്യമായി. അതുപോലെ നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികളുടെ കായികമായിട്ടുള്ള ഫുട്ബോൾ രംഗത്ത് അവരുടെ കഴിവിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി ഫുട്ബോൾ ക്യാമ്പുകളും സെലക്ട് ചെയ്ത കുട്ടികൾക്ക് കൊടുത്തേക്ക് പരിശീലനവും നൽകാൻ സാധിച്ചു. അതുപോലെ തന്നെ അഭ്യസ്ത വിദ്യരായിട്ടുള്ളവർക്ക് തൊഴിൽ മേഖലയിൽ സാധ്യതകൾ നൽകുന്ന തൊഴിൽ മേള സംഘടിപ്പിക്കാൻ സാധ്യമായിട്ടുണ്ട്. അച്ഛനാട്ടുകര കിട്ടത്തുണ്ട്, അത് പൂർത്തീകരിച്ചു. ഇന്നലെ അതിൻ്റെ ഉദ്ഘാടനം നടത്തി കഴിഞ്ഞു. നെച്ചുള്ളി ഹൈസ്കൂളിൽ, ഗവൺമെൻറ് ഹൈസ്കൂളിൽ ചുറ്റുമതിൽ ശേഷം പൂർത്തീകരണ ഘട്ടത്തിലാണ്. നെച്ചുള്ളി ഹൈസ്കൂളിൽ ഈ സയൻസ് ലാബ് സ്ഥാപിക്കാൻ വേണ്ടി 10 ലക്ഷം രൂപ കഴിഞ്ഞ ഭരണസമിതിയിൽ അംഗീകാരം കിട്ടി. അതേ സ്കൂളിൽ തന്നെ ഓപ്പൺ സ്റ്റേജും മുറ്റം കട്ടവിരിക്കലും അത് ടെൻഡർ കഴിഞ്ഞു. പിന്നെ നമ്മുടെ തെങ്കര ഹൈസ്കൂളിലെ കുട്ടികൾക്ക് 1ാം ഘട്ടം ഫർണിച്ചർ കൊടുത്തു, 2ാം ഘട്ടം ഫർണിച്ചർ ഏകദേശം 1 ലക്ഷത്തിൻ്റെ ഫർണിച്ചർ വിതരണം ചെയ്യാൻ പോകുകയാണ്.